നിന്ന് ആരും നിന്നിട്ടില്ല. വീട്ടിൽ നിന്ന് ആരും വേണ്ട ആവശ്യമില്ല. അതെല്ലാത്തിനും ഓരോന്നുണ്ട്. അപ്പോൾ ഞങ്ങളാരും ഇല്ല. സംഭവം എല്ലാം കഴിഞ്ഞാലാണ് ഞങ്ങളെ വിളിച്ചിട്ട് അറിയിക്കുന്നത്. ഇത് സംസാരിക്കാന്ന് പറഞ്ഞു വന്നതാണോ? എന്താ? സംസാരിക്കാനല്ല, പിന്നെ ഒളിച്ച് ബേക്കിൽ കൂടെ വന്നിട്ട് ഓളോട് എന്തോ 2 വാക്ക് സംസാരിക്കുക. ഓളും ഇതിലേക്ക് 2.5 വർഷം ബന്ധമൊന്നുമില്ല. വന്ന എന്തോ ഓള് ചോദിച്ചപ്പോ പെട്ടെന്ന് എടുത്ത് ചോദിച്ചു. മുൻപ് ഇങ്ങനത്തെ എന്തെങ്കിലും ആക്രമണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇവര് ഒരുമിച്ച് ജീവിച്ച സമയത്തൊക്കെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാക്കി. ഇത്ര ഇതില് ഇങ്ങനെ ആസിഡ് വെക്കുന്ന ഇതില് പിന്നെ കണ്ണിനൊക്കെ കുത്തിയിട്ട് കണ്ണിനൊക്കെ പ്രശ്നമാണ്, കണ്ണട വെച്ചിട്ടൊക്കെയാണ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ട്. ഇത് എവിടെയാ പൊള്ളൽ? മുഖത്തിന്റെ ഒരു ഭാഗവും പുറത്തും. എന്ത് ചികിത്സക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നു? അത് ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് പിന്നെ ഇതെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആയുർവേദ. മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള പരാതിയോ മറ്റോ ഇയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ടോ? എത്രയോ പരാതികൾ ഓരോരോ പ്രാവശ്യവും വീട്ടിലൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പരാതികളൊക്കെ എത്രയോ. ഇതെന്താ കാരണം? നിയമപരമായിട്ട് നിയമപരമായിട്ട് തന്നെയാണ്. പിന്നെ വടകര കോടതിയിലാണ് കേസ്. ഒഴിവായതാണ്. ബന്ധം ഒഴിവായ എല്ലാം ഭർത്താവിന്റെ ഉപദ്രവം കൊണ്ട് തന്നെയാണ് ഒഴിവായതാണ്. ആദ്യത്തെ ഉപദ്രവം കൊണ്ട് തന്നെയാണ്. കുടിയൊക്കെ 2 പ്രാവശ്യമായിട്ട് നിർത്തിയാണ്. പിന്നെ രണ്ടാമത്തേല് കുടി തുടങ്ങി. വേറെ എന്തെങ്കിലും ലഹരി മരുന്ന് അങ്ങനെ എല്ലാം ഉണ്ടോ? കഞ്ചാവുണ്ട്. പിന്നെ ഓന്റെ കൂടെ പോണോന്ന്. രണ്ടാമത്തേലും ഓന്റെ കൂടെ തന്നെ ഓള് പോണം. വേറെ ഒരാളെ കൂടെ പോകാൻ സമ്മതിക്കില്ല, ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് എപ്പോഴും പറയും. അങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയും, അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പല ഇതും ഉണ്ടാകുന്നവരൊക്കെ ഞാൻ പരാതിയൊക്കെ കൊടുക്കലുണ്ട്. മകളുടെ പരിക്ക് എങ്ങനെയാ? പരിക്കും മുഖത്തും ചെറിയ ഒരു ഭാഗം, മുഖത്തിന്റെ ഒരു ഭാഗം ഫുള്ളും, പിന്നെ ചെവിയും, പിന്നെ പുറത്തും മഞ്ഞത്തൊക്കെ ഉണ്ട്. ഡോക്ടർ എന്താ ഡോക്ടർ പിന്നെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം പിന്നെ ടെസ്റ്റ് ഡോക്ടറൊക്കെ വലിയ ഡോക്ടർ വന്ന് കാണിച്ചിട്ട് പിന്നെ നോക്കിയിട്ട് ICUലേക്ക് ആക്കാൻ.